നേർമൊഴി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നേർമൊഴിയിലേക്ക് സ്വാഗതം. നൃത്തം തൻ്റെ ജീവിത വഴിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് അപർണ ശർമ്മ EG. ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അപർണ കേരള നടനം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും പുസ്തകമെഴുതുകയും ചെയ്തു. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. ഈ അഭിമുഖം നമുക്ക് കേൾക്കാം. അപർണ ശർമ്മയുമായി സംസാരിക്കുന്നത് സന്ദീപ് സുരേഷ്. നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞ ഒരാളാണ്. നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഒരു സാധനയാണ്. നൃത്തത്തിൻ്റെ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് ചുവടുവെച്ചത്? നമസ്കാരം. നൃത്തത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ചുവടുവെച്ചത് എൻ്റെ 2.5 വയസ്സ് മുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നലുണ്ടായി. എനിക്ക് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോടും നൃത്തത്തിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നമ്മുടെയൊക്കെ ഇല്ലത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ആ ഒരു മേക്കപ്പ്, ആ ഒരു രീതിയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്. ഒന്നും മനസ്സിലാകില്ലെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നൃത്തം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ നൃത്തത്തിലോട്ടുള്ള എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്കൊരു സാധനയാണ്. അതായത് എൻ്റെ ജീവശ്വാസം പോലെ, ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ 2.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലുള്ള മാതാപിതാക്കളായിരിക്കല്ലേ കൊണ്ടുപോയി? അതെ, അമ്മയാണ് കൊണ്ടുപോയി ചേർത്ത്. അമ്മയ്ക്ക് വളരെ ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം പഠിക്കാനായിട്ട്. കുറച്ച് നാൾ പഠിച്ചപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലത്ത് നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിൽ അവർ വിടത്തില്ല, അത് മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഞാൻ തീർച്ചയായും നൃത്തത്തിന് വിടും എന്ന് അമ്മ മുന്നേ പറയുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അത് പറഞ്ഞതുപോലെ തന്നെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിച്ചു തുടങ്ങിയത് ഏതായിരുന്നു? ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യമാണ്. അപ്പോൾ ആദ്യത്തെ ഗുരു ആരായിരുന്നു? ആദ്യത്തെ ഗുരു പത്മകുമാർ. അപ്പോൾ ആ ഒരു പഠിച്ചു തുടങ്ങിയ അനുഭവം പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് പോകണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായത്? കേരളത്തിലാണ് ജനിച്ച് വളർന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം പങ്കെടുക്കും. പല പല ആർട്ട് ഫോം നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ എനിക്ക് +2 വരെ അത് നമ്മൾ പഠിച്ചു കലോത്സവം കൊണ്ട് തീർന്നല്ലോ. അത് പോരാ, ഇതിലെന്തൊക്കെയോ വേറെ പഠിക്കാനുണ്ട്, ഈ അറിവ് പോരാ. ഞാൻ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പഴയത് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാതെ പുതിയ രീതിക്ക് അത് പഠിച്ചു വരണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു. എനിക്ക് ഡാൻസ് മെയിൻ ആക്കണം, ബാലൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബാലൻസ് ഞാൻ സൈഡായിട്ട് ചെയ്യാം, ഡാൻസ് ഇല്ലാതെ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയത്. അപ്പോൾ ഈ സ്കൂൾ +2 തലം കഴിഞ്ഞു. പിന്നീടുള്ള വിദ്യാഭ്യാസം ഞാൻ BBA ആണ് പഠിച്ചത്, കോയമ്പത്തൂർ. അതിനോടൊപ്പം തന്നെ അവിടെ ഡിപ്ലോമ ഇൻ ഭരതനാട്യം റെഗുലറായിട്ട് പോയി പഠിക്കുന്നുണ്ടായിരുന്നു. രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി? രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പിന്നെ പത്മ സുബ്രഹ്മണ്യം മാഡത്തിൻ്റെ അടുത്ത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MFA ഭരതനാട്യം, അത് ഞാൻ ഇതേപോലെ MBA ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതും ചെയ്തത്. ഇപ്പോൾ MBA കോയമ്പത്തൂറും MFA ചെന്നൈയിലുമായിട്ട് മാറി മാറി വന്ന് ചെയ്യുമായിരുന്നു. അത് സ്ട്രഗിൾ ആയിരിക്കണമല്ലോ ആ സമയത്ത്? സ്ട്രഗിൾ ഇല്ല എനിക്ക്, കാരണം എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. കാരണം ഡാൻസിലും കണക്കുണ്ട്. കണക്കില്ലാതെ നൃത്തമില്ല, താളമില്ല, ഒന്നുമില്ല. പാട്ടെടുത്താലും കണക്കുണ്ട്, വയലിൻ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്ക് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കണക്ക് മാഷായിരുന്നു, ഞാനും മാത്സ് കൊമേഴ്സ് ആയിരുന്നു +2-ന്. അതുകൊണ്ട് എന്തായാലും +2 കൊമേഴ്സ് എടുത്തപ്പോഴേ ഞാൻ എന്തായാലും MBA എടുക്കുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ MBAയും MFAയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. ഒരു വശത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വശത്ത് നൃത്തം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കാണ് എപ്പോഴും കേരള നടനം എന്നൊരു വിഷയത്തിലേക്ക്. അതിന് പ്രധാന കാരണം MFA തന്നെയായിരുന്നു. അതായത് ഭരതനാട്യം PG ചെയ്യുന്ന സമയത്ത് അതർ ആർട്ട് ഫോമിൽ ഡിസറേഷൻ ടോപ്പിക്ക് ചെയ്യാനുണ്ടായിരുന്നു.
അതായിരുന്നു കേരള നടനം. എൻ്റെ ക്ലാസ്സിൽ മലയാളികളെന്ന് പറയാനായിട്ട് ആകെ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഉള്ളതെല്ലാം ബാംഗ്ലൂർ, കാലിഫോർണിയ എന്നൊക്കെ വരുന്നത്, മാഡത്തിൻ്റെ അടുത്ത് വരുന്നവരെല്ലാം അത്രയും ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല നല്ല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അപ്പം ഞാൻ മാത്രമേ മലയാളിയുള്ളൂ. മാഡം അംഗീകരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പിക്ക്. അപ്പോൾ തന്നെ പറയുകയും വേണം. എനിക്ക് എന്ത് പറയണമെന്നറിയാം, ക്ലാസ്സിൽ കൺഫ്യൂഷനായിട്ടിരുന്ന ടൈമിലാണ് ഞാൻ കേരള നടനം ഗുരു ഗോപിനാഥൻ്റെ ആർട്ട് ഫോം അല്ലേന്ന് ഇങ്ങോട്ട് കേട്ടു. അതെ, അങ്ങനെയാണ് ഞാൻ അതിലോട്ട് എടുത്തത്. പക്ഷെ അതിനു മുമ്പ് ഈ കലോത്സവങ്ങളിലോ മറ്റോ കേരള നടനം അവതരിപ്പിക്കുകയോ അങ്ങനെ പഠിക്കുകയുണ്ടായിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിച്ചിട്ടില്ല. കഥകളിയും അതിനു വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ അന്നത്തെ എനിക്ക് സൈസ് ഞാൻ വളരെ ചെറുതായിരുന്നു, എല്ലാം കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോൾ ഇത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ ഈ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ കഥകളിയോടുള്ള താല്പര്യം ഉള്ളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, അത് ഈ ഉള്ളിൽ കിടക്കുന്നതാണോ പിന്നീട് കേരള നടനത്തിലേക്ക് എത്തിച്ചത്? അങ്ങനെയും പറയാം. കാരണം കഥകളിയിൽ നിന്നാണല്ലോ കേരള നടനം ഉണ്ടായത്. ഞാൻ കേരള നടനം സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ കഥകളിയും പഠിക്കാൻ തുടങ്ങി. കാരണം കഥകളി അറിഞ്ഞെങ്കിലേ കേരള നടനം അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. കാരണം കഥകളിയിൽ നിന്ന് വന്ന കലാരൂപമായതുകൊണ്ടും ഇതിന്റെ മുദ്രാശാസ്ത്രവും നാട്യശാസ്ത്രവും രണ്ടിലും രസോത്ഭത്തി എല്ലാം ഒരുപോലെയാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്തായാലും പഠിക്കണം എന്നുള്ളൊരു മുന്നോട്ടാണ് അങ്ങനെ പോയത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ചൊരു കലാരൂപമാണ് കേരള നടനം. ഒത്തിരി പഴക്കമുള്ളതുമല്ല, ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ കടന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയായിരുന്നു? അതായത് ഈ കലാരൂപം ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത്. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കഥകളി സാധാരണ ഒരു വ്യക്തി പോയി കണ്ടാൽ മനസ്സിലാകില്ല. അതിലെന്താണ് ചെയ്യുന്നത്, ഏത് കഥയാണ്. ചിലപ്പോൾ പാട്ടൊക്കെ അവിടെ എവിടെയൊക്കെ കേട്ട് ദക്ഷയാകും എന്നൊക്കെ മനസ്സിലാകും എന്നല്ലാതെ എന്തൊക്കെ ക്യാരക്ടറാണ് എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗുരുജി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം. ഈ കലാരൂപത്തിൻ്റെ യാഥാർത്ഥികത എന്തെന്ന് തിരിച്ചറിയണമെന്ന് തോന്നി. അത് എങ്ങനെ ഉണ്ടായി, എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചു. ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പ്രധാനമായി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ. അതെല്ലാം അറിയാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കണ്ടെത്തിയ ഗുരുക്കന്മാരാരൊക്കെയായിരുന്നു? ഒരേ ഒരു ഗുരു ഗോപിനാഥൻ്റെ ആദ്യത്തെ ശിഷ്യയായ കോട്ടയം ഭവാനി ചെല്ലപ്പൻ. നമ്മൾ കേരള നടനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാരൂപം എന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോഴും പല കാര്യങ്ങളും അജ്ഞാതമാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സംഗീതം എങ്ങനെയാണ്, അതിൻ്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? വേഷവിധാനം ഇതിനു വേണ്ടി ഗുരുജി പ്രത്യേകിച്ച് വേഷവിധാനം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഏത് ക്യാരക്ടറാണോ എടുക്കുന്നത് ആ ക്യാരക്ടറിന് അനുസൃതമായ വേഷമാണ്. ഗുരുജി തന്നെ ഗുരുജിയുടെ ജീവിതസ്മരണയിൽ പറഞ്ഞിട്ടുണ്ട്. കഥാപാത്രത്തിനനുസരിച്ച് കഥാപാത്രത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളത് ആ ഭാവരാഗ താള ക്രമത്തിനിണക്കിന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേഷവിധാനം. പിന്നെ ഇതിന് വാദ്യോപകരണങ്ങളും സംഗീതവും എല്ലാം നമുക്ക് ഉത്തരേന്ത്യനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മുടെ സോപാന സംഗീതം മാത്രമല്ലാതെ കർണാട്ടിക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരയിമ്മൻ തമ്പിയുടെയും സ്വാതി തിരുനാൾ കൃതികളെല്ലാം ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോലും നമ്മുടെ ഓമനത്തിങ്കൾ കിടാവോ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പാടുന്നത് അതേ ലിറിക്സ് വരികളാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന വാദ്യം എല്ലാം വ്യത്യാസമുണ്ട്. കൂടുതലും പുരാണ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ കഥകളിപ്പദം പോലെയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റു രീതിയിലാണോ? മറ്റു രീതി. കഥകളിയിൽ നമ്മൾ ഉത്തരേന്ത്യൻ വാദ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇതിൽ സിതാറ് അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കഥകളിയിൽ നിന്നാണല്ലോ ഉരുവം കൊണ്ടേക്കുന്നത്. അപ്പോൾ കഥകളിപ്പദങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കഥകളിപ്പദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസിക്കൽ കർണാടക സംഗീതത്തിന്റെ അടിത്തറയിലാണ് വന്നേക്കുന്നത്. ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടും കേരള നടനം ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കാൻ പറ്റും. കഥകളിയിൽ ചെയ്യുന്നതെല്ലാം തന്നെ കേരള നടനത്തിൽ ചെയ്യാം. കാരണം കഥകളിയിലുള്ള തോടയം, പുറപ്പാട്, സാരി നൃത്തം ഇതെല്ലാം കേരള നടനത്തിലും ഉണ്ട്. കഥകളിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കേരള നടനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. എവിടൊക്കെയാണ് വ്യത്യാസം ഇരിക്കുന്നത് ഈ രണ്ടും തമ്മിൽ? പ്രധാനമായും കലാശങ്ങളിൽ, ചുവടുകളിൽ, മുദ്രാഭിനയ രീതികളിലെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതലും വ്യത്യാസമുള്ളത്. നേത്രാഭിനയം എല്ലാം ഒരുപോലെ തന്നെയാണ് കൂടുതൽ. അപ്പോൾ ഇത് പരിശീലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് കഥകളിയും പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ സാധന പോലെ തന്നെയാണ്. അത് പഠിക്കാൻ മിനിമം 12 വർഷം വേണം. ഒരു കഥകളി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉഴിച്ചില്, അതിൽ ഒരു മെയ്യ അഭ്യാസങ്ങളെല്ലാം വളരെ കടുകട്ടിയാണ്. കേരള നടനത്തിൽ ഉഴിച്ചില്, തിരുമല ഇതൊന്നുമില്ല. 6 വർഷം മതി കേരള നടനം മിനിമം പഠിക്കാൻ. അതായത് കഥകളി ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരം കൂടിന് വേണ്ടി വഴക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്.
അത്രയും ഒരു തീക്ഷ്ണത കേരള നടനത്തിലില്ല എന്നാണോ? കഥകളി പഠിക്കുന്നതിൻ്റെ അത്ര പാടില്ല. കാരണം കലാശങ്ങളൊക്കെ ചെയ്യുന്നതായാലും കേരള നടനത്തിൽ ചെയ്യുന്നതും കഥകളിയിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരള നടനത്തിലെ ദിത്തത്തത്ത എന്ന ചുവട് പോലും കഥകളിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടഫസ്റ്റ് വേ ആണ് ചെയ്യാൻ. പക്ഷെ കേരള നടനത്തിൽ സമപാദത്തിൽ നിന്ന് ആണ് ചെയ്യുന്നത്. അതായത് നർത്തകനെ അല്ലെങ്കിൽ നർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിന് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കഥകളിയിൽ നിന്ന് കുറച്ചുകൂടെ ലളിതമായ രൂപം കേരള നടനം തന്നെയാണ്. പക്ഷേ ഇത് പഠിക്കുന്ന ഒരാൾക്ക് കഥകളിയുടെ ഒരു അടിത്തറ എത്രത്തോളം വേണ്ടി വരും? കഥകളിയുടെ അടിത്തറ ഉണ്ടെങ്കിൽ കേരള നടനം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും അതിൻ്റെ ആ മെയ്വഴക്കങ്ങളോ ഒക്കെ മനസ്സിലാക്കി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. എൻ്റെ അനുഭവത്തിൽ കഥകളി പഠിച്ചാൽ വേറെ ഏത് ഡാൻസും കുറച്ച് ഈസി ആയിരിക്കും. നമ്മളതിൻ്റെ ചരിത്രത്തിലേക്ക് അല്പം കൂടെ പോകാം. ഇപ്പോൾ ഗുരു ഗോപിനാഥാണ് ചിട്ടപ്പെടുത്തിയത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സാഹചര്യം, അദ്ദേഹം കഥകളിയുടെയും അറിയപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള കലാകാരനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കേരള നടനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്? എൻ്റെ പുസ്തകപരമായ അറിവിൽ നിന്നും ഭവാനി ടീച്ചറിൽ നിന്നുള്ള കേട്ടറിവിൽ നിന്നുമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാഗിണി ദേവിയുടെ കൂടെ ആശയമായിരുന്നു ഇങ്ങനൊരു കലാരൂപം സൃഷ്ടിക്കുന്നത്. രാഗിണി ദേവി കഥകളി പഠിക്കാനാണ് കലാമണ്ഡലത്തിൽ വന്നത്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഒരു ആശയവിനിമയം നടത്തി ഇത് ഒരു പുതിയ കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അവതരിപ്പിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് മയൂര നൃത്തമാണ്. ഗുരുജി ചെയ്ത മയൂര നൃത്തം. സാധാരണ നമ്മൾ ഭരതനാട്യത്തിലൊക്കെ പീക്കോക്ക് ഡാൻസ് ചെയ്താലും മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഫുള്ള് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ ആ മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഇട്ട് ഫുള്ള് മയിൽപ്പീലി വിടർത്തി ആ കുക്കൊക്കെ വെച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ ഇതിനെ ലളിതമാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു ആർട്ട് ഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട് വെല്ലുവിളികൾ അവർ നേരിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ റീഡിംഗ് എന്താണ്? കഥകളിയിൽ നിന്നുണ്ടായ ഒരു കലാരൂപമായതുകൊണ്ട് ആദ്യം എല്ലാവരും വിചാരിക്കും, ഓ ഇത് കഥകളിയെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്, പക്ഷെ കുറച്ചെന്തോ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള കുറേ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെല്ലാം അവരൊരു വാശിയായിട്ടെടുത്ത് ഇങ്ങനെ ഒരു കഥകളി നടനം എന്നാണ് ഗുരുജി വച്ച പേര്. കഥകളി നടനം എന്നുള്ള പേരിൽ ഗുരുജി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഓരോ ചുവടും എങ്ങനെ ചെയ്യണമെന്ന് വരച്ചു വരെ അതിൽ വെച്ചിട്ടുണ്ട്. കഥകളി നടനം എന്ന് പറഞ്ഞാൽ അതിൽ കഥകളിയെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, കഥകളിയിൽ നിന്ന് വന്ന ഈ ഒരു ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായും വെല്ലുവിളികൾ വളരെയധികം നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഒരു പ്രധാന വെല്ലുവിളി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ശിഷ്യരുണ്ടാവണമല്ലോ. അതെ, ശിഷ്യരെ കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസം. ഇന്നും ശരിയായ കേരള നടനം പഠിക്കാനുള്ള ശിഷ്യർ വളരെ കുറവാണ്. ഭരതനാട്യം പഠിക്കാൻ വരുന്നതിൻ്റെ അത്ര ശിഷ്യർ കേരള നടനത്തിന് ഇല്ല. അപ്പോൾ അങ്ങ് ഈ രണ്ടും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയല്ല. അതെ. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് കേരള നടനത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത്? എൻ്റെ നാട്ടിൽ എല്ലാവർക്കും എന്നെ കേരള നടനത്തിൽ ഞാനിങ്ങനെ റിസർച്ചാണെന്നും ഫെലോഷിപ്പ് കിട്ടിയതാണെന്നും ഒക്കെ അറിയാം. പിന്നെ ഞാൻ കൂടുതലും കേരള നടനം വേദികളിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള വേഷമൊക്കെ. അപ്പോൾ ഇതെന്ത് കലയാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. എനിക്ക് ഈവൻ ചെന്നൈയിലും സ്റ്റുഡൻസ് ഉണ്ട്. അത്രയും അധികം വേദികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു, താല്പര്യം വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ? എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക, ആ കലയെ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് കൈമാറുക. അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു നേട്ടമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കലയെ മറ്റുള്ളവർ അറിയുക. നാളെ ഇതൊരു ഡൈയിങ് ആർട്ട് ഫോമായിട്ട് പോകരുത്, അത് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത എനിക്ക് തോന്നുന്നത് ഗുരു ഗോപിനാഥൻ്റെ തന്നെ ശിഷ്യയായ ഒരാളെ തന്നെ ഗുരുവായി കിട്ടി എന്നുള്ളതാണ്. അത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഗുരുവിൻ്റെ അനുഭവം കേട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവിൻ്റെ ചെറിയ ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവേഷണം അവസാനിപ്പിച്ചിട്ടില്ല കേരള നടനത്തിന് വേണ്ടി. ഇപ്പോഴും അതിനെ മാക്സിമം പറ്റാവുന്നിടത്തോളം അന്ന് കാലത്ത് എങ്ങനെയാണ് ചെയ്തത്. കാരണം റഷ്യൻ മ്യൂസിയത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അതെല്ലാം കാണാനും അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴും. നമ്മൾ പലപ്പോഴും യുവജനോത്സവ വേദികളിലാണ് കേരള നടനം കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ അവിടെ അവതരിപ്പിക്കുന്ന കേരള നടനവും യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ കേരള നടനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചുവടുകൾ എടുക്കുന്ന രീതിയായാലും മുദ്ര പിടിക്കുന്ന രീതിയായാലും ഒരു നർത്തകിയെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലയാണ്. നർത്തകി വന്ന് നിൽക്കുന്ന നില, ആ നിലയിൽ നിന്ന് മനസ്സിലാകുക നർത്തകിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും. അതായത് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ, കേരള നടനം ആ രീതിയിലാണോ എന്ന് മനസ്സിലാകും. കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് കോളേജുകളിലാണെങ്കിൽ യുവജനോത്സവമുണ്ട്. ഇങ്ങനെ മത്സരവേദികൾ ഒരുപാടുണ്ട്. പലപ്പോഴും പല കലാരൂപങ്ങളെയും മത്സരവേദികളിലൂടെയാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലും. പക്ഷേ ഇത് ആ കലയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണോ അതോ
മറിച്ചാണോ ഭവിച്ചിട്ടുള്ളത്? രണ്ട് രീതിയിലും ഉണ്ട്. കാരണം ചെമഞ്ചേരി സാറും ഗുരുജിയും കൂടിയാണ് കേരള നടനം എന്ന് പറഞ്ഞ കലോത്സവത്തിന് എത്തിക്കാനുണ്ടായ കാരണം. ഗുരുജി എനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ ചെമഞ്ചേരി സാറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കലോത്സവത്തിന് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്ന് വരെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറേ പേര് ഇതിലങ്ങ് നിന്ന് മാഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് അവതരിപ്പിക്കപ്പെടുന്നില്ല. അതിപ്പോൾ കേരള നടനമായാലും നമ്മുടെ നങ്ങ്യാർ കൂത്തോ കൂടിയാട്ടോ എല്ലാം കലോത്സവത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞാൻ എൻ്റെ ശിഷ്യരടുത്തും പറയുന്നത്, കലോത്സവം നിങ്ങൾ വേദി മാത്രമായിട്ട് കാണുക, നമ്മൾ വേറൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെയും അവതരിപ്പിക്കുക, നന്നായി അവതരിപ്പിക്കുക. അല്ലാതെ ഇതിനെ ഒരു മത്സരമായിട്ട്, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. കലയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, പക്ഷേ മത്സരം ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമാക്കരുത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു മത്സരത്തിൽ അവതരിപ്പിക്കുമ്പോൾ ക്യാപ്സൂൾ പരുവത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളം സ്വാംശീകരിക്കാൻ കഴിയും? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കലോത്സവത്തിന് ശിഷ്യരില്ല. ഞാൻ ആ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏതൊരു വിഷയം പഠിച്ചാലും, ഭരതനാട്യം പഠിച്ചാലും കേരള നടനം പഠിച്ചാലും, ഞാൻ ആദ്യമേ പറയും, ഇവിടെ ട്രഡീഷണലായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കലോത്സവത്തിന് പഠിപ്പിക്കുന്നില്ല. കലോത്സവത്തിന് പഠിപ്പിക്കണമോ നിങ്ങൾ വേറെ പോയി പഠിപ്പിച്ചോളൂ എന്ന് പറയും. മത്സരത്തിന് വരുന്ന കുട്ടികൾക്ക് അത് ഒരു സന്തോഷമാണ്. സ്റ്റേജിൽ കയറി കളിക്കുക, 10 പേര് നല്ല കാര്യങ്ങൾ പറയുക, ആ മേക്കപ്പ് ഇടുമ്പോൾ ഒരു അട്രാക്ഷൻ, മേക്കപ്പ് ഇട്ട് ഡ്രസ്സ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട്, അത് കുട്ടികളുടെ ഒരു സന്തോഷം. പക്ഷെ അതിൽ ഈ പാരൻസ് ആണ് അവൾക്ക് പ്രൈസ് കിട്ടി എൻ്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്കായി കുട്ടികളുടെ മനസ്സിൽ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കുന്നതേ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. ഒരു വ്യക്തിയിൽ എമ്പതി പോലുള്ള വികാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണല്ലോ കല. അതെ, നേരെ തിരിച്ചാണ് പോകുന്നത്. കലോത്സവത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതലും ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന തലമുറയിൽ നിങ്ങൾ ഈ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കാതെ കല പഠിക്കാൻ ശ്രമിപ്പിക്കുക, ആ കലയെ സംരക്ഷിക്കാൻ നോക്കുക, ആ കലയെ മുന്നോട്ട് വളർത്താൻ നോക്കുക. അതിലൊരു ആത്മീയ ദൈവികമായ ഒരു അനുഭവമുണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ ഈ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരള നടനം അങ്ങനെയാണോ? അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കലാരൂപം തന്നെയാണ് കേരള നടനം. സ്ത്രീകൾക്ക് വേറൊരു പാർട്ട്, പുരുഷന് വേറൊരു പാർട്ടില്ല. പക്ഷേ ഇതിൽ ചുവടുകൾ ചെയ്യുമ്പോൾ താണ്ഡവ പ്രധാനമായിട്ടും ലാസ്യ പ്രധാനമായിട്ടും ചുവട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതിലങ്ങനെ പഠിക്കുന്നില്ല. താണ്ഡവം വേറെ, ലാസ്യം വേറെ എന്നുള്ള രീതിയിൽ. എത്ര കാലം ആയിട്ട് ഇപ്പോൾ കേരള നടനത്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്? ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഈ 12 വർഷത്തെ അറിവുകളാണ് ഒരു പുസ്തകമായിട്ട് അങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെ. ആ പുസ്തകത്തെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? പുസ്തകത്തെക്കുറിച്ച്, അതായത് എൻ്റെ അനുഭവങ്ങളും കേരള നടനത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇത് എങ്ങനെ സംരക്ഷിക്കാം, മറ്റു കലകളും, ഞാൻ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് അതിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ആ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസും ആയിട്ടുള്ള താരതമ്യ പഠനങ്ങളും, പുതുതലമുറ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പുതുതലമുറയ്ക്ക് അത് എങ്ങനെ ഉപയോഗമാക്കാം, നമ്മുടെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല വരണം എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പുസ്തകത്തിനെ കുറിച്ച്. കാരണം നമുക്ക് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷണികമാണ്. പക്ഷേ അതൊരു പുസ്തകമാകുന്നത് കാലത്തിന് അതീതമാണത്. നാളെയും അത് ഉപയോഗപ്രദം, വരും തലമുറയ്ക്കും അത് ഉപയോഗമാകണം. ഞാൻ നാളെ മരിച്ചു പോയാലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വരി ഒരു കുട്ടി എഴുതിയ റെഫറൻസ് ഇന്ന പുസ്തകം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതാണ് എൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ കേരള നടനം ഇപ്പോൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പെരിയ ഗോകുലം ഗോശാലയിൽ നരസിംഹാവതാരം ആണ് ചെയ്തത്. പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ നമുക്ക് നൃത്തശില്പങ്ങൾ ഈ കേരള നടനത്തിലൂടെയും അല്ലെങ്കിൽ ഭരതനാട്യത്തിലൂടെയൊക്കെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ? വളരെ റെയറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരു പരീക്ഷിക്കുന്നത് വളരെ കുറവാണ്. പരീക്ഷിക്കാൻ സാധ്യത ഉള്ള വിഷയം തന്നെയാണ്. കാരണം നമുക്ക് സമകാലിക പ്രസക്തി അനുസരിച്ച് ഇപ്പോഴത്തെ ഇത് പറഞ്ഞാൽ എല്ലാവരും സ്ത്രീ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത്, ഇപ്പോൾ പരിസ്ഥിതി മലിനമായിട്ടിരിക്കുന്ന ഇതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പരിസ്ഥിതി സംരക്ഷിക്കണം അങ്ങനെയെല്ലാം എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. കഥകളിയിൽ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ പോലെയുള്ളവ അല്ലെങ്കിൽ ഡോൺ ക്വിക്സോട്ട് അത്തരം വിദേശ കൃതികളടക്കം അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ സമീപകാലത്തായിട്ട് കാണുകയും അത് വളരെ വിജയകരം വരികയും ചെയ്തു. ചില കവിതകൾ കഥകളി രൂപത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേപോലെ സാധ്യതകളുള്ള ഒരു കലയല്ലേ കേരള നടനം? അതെ, തീർച്ചയായും. ആ സാധ്യത എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. കാരണം കുട്ടികളും അതിന് തയ്യാറായി വരണം. നമ്മൾ ഒരാളെ വെച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് ഉള്ള വിദ്യാർത്ഥികളുടെയോ നമുക്ക് ആ ഒരു സാഹചര്യം
കിട്ടണം. കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃത്വത്തെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു പാരിസ്ഥിതിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ സമീപിച്ചിരുന്നു, ഒരു കവിത തരാം, ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിരുന്നു. ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിൻ്റെ ആശയമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നൃത്തത്തിൻ്റെ രൂപത്തിലേക്ക് ഒരു കവിത എടുക്കാൻ പറ്റുന്നത്? നമ്മൾ ആദ്യം ആ വരികൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിൽ തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കവിത എഴുതിയ വ്യക്തിയുടെ മനസ്സിലുള്ള തീം എന്താണെന്ന് ആദ്യം കേൾക്കണം. അപ്പോൾ ആ ആളുടെ മനസ്സിലെ തീം നമുക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പല പ്രധാനപ്പെട്ട നർത്തകരും ആ ഒരു രീതി, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചോളം കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കഥകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു ശൈലി ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു നർത്തകി എന്ന നിലയ്ക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? സാധ്യതകൾ വളരെയേറെയാണ്, വെല്ലുവിളികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിറയെ വിഷയം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാധ്യത ഇത് നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുന്നേ ഇരിക്കുന്ന ഓഡിയൻസ് മുതൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് വരെ ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മൾ ചെയ്യുന്ന നൃത്തത്തിൻ്റെ അവതരണത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് നൃത്തം ചെയ്താലും മനോധർമ്മത്തോടുകൂടി ചെയ്യണം. നമ്മളതിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലണം. ചുമ്മാ ഒരു 10 നിമിഷം കളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നതോ പോസ്റ്റ് ഇടാനോ സ്റ്റോറി ഇടാനോ കളിക്കുന്നതിലല്ല കാര്യം. നമ്മൾ മനോധർമ്മമായിട്ട് അതിൻ്റെ ആത്മാവിലോട്ട് ഇറങ്ങി ചെന്ന് കളിച്ചാലേ നമുക്ക് മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തുള്ളൂ. സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓരോ തവണയും ഓരോ പെർഫോമൻസ് ആണ്, ഒന്നിൻ്റെ ആവർത്തനമല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാണികളുടെ ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ട് ആ മനോധർമ്മം അപ്ലൈ ചെയ്യുക. ആ ഒരു അനുഭവം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മാർഗഴി സീസണിൽ ചെന്നൈയിൽ നരസിംഹാവതാരവും ചെയ്തായിരുന്നു, രാമായണവും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണമായിരുന്നു. കാരണം അതിൽ ശൂർപ്പണഖയുടെ പോർഷൻസ്, ലാസ്റ്റ് രാമനും സീതയും തമ്മിലുള്ള കല്യാണം, ഞാൻ ആ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ് അത് എൻ്റെ സ്റ്റുഡൻസിനെയും വെച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മളെന്താണ് ഉദ്ദേശിച്ചത് ഈ കഥയിൽ. ഞാൻ അതിനു മുന്നേ, നമ്മൾ ഏതൊരു നൃത്തം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഇതാണ് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞ്. അതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ സ്വന്തം പരീക്ഷണമായിരുന്നു കൃഷ്ണ നീ ബേഗനെ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കൃഷ്ണൻ്റെ ബാല്യ ലീലകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഗോകുലം ഗോശാലയിൽ കൃഷ്ണ നീ ബേഗനെ പരീക്ഷിച്ചു. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. ഫീഡ്ബാക്ക് ലൈവായിട്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏറ്റവും സന്തോഷിപ്പിച്ചേക്കുന്ന ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേരളത്തിന് പുറത്തോട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ ഗോകുലം ഗോശാലയിൽ ചെറിയ കുട്ടികളടക്കം വന്ന് കൃഷ്ണൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ 3 പേരും മാറി മാറി ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്തോഷമായിരുന്നു. ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്. അതെ. അപ്പോൾ ശിഷ്യസമ്പത്ത് ഇങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയും കുട്ടികളൊക്കെ ഇപ്പോൾ സ്ക്രീനിൻ്റെ അഡിക്റ്റാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ എന്തുമാത്രം താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്? ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്, നല്ല ഗ്രഹണശക്തിയുമുണ്ട്. പക്ഷേ അവരെത്തിപ്പെടുന്ന ഗുരുവിലൂടെയാണ് അവരുടെ കഴിവ് വെളിയിൽ വരിക. ഒരു കല നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമല്ല ആ കലയെപ്പറ്റി അറിയുന്നത്, അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് ഒരു കല പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ഷമ, സൗന്ദര്യബോധം, ഭക്തി, അനുഭൂതി, മാനസിക സന്തോഷം, സഹാനുഭൂതി, കരുണ, മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ മനുഷ്യത്വം ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ, അതെല്ലാം ഒരു കല പഠിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവാണ്. അത് ഏത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കാരണം ഗുരു കൊടുക്കുന്നതാണ് കുട്ടികളിൽ അഡാപ്റ്റ് ആകുന്നത്. നമ്മൾ നല്ലൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയിലേക്കാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ. അതിൽ നൃത്തം പോലുള്ള കലകളുടെ ഒരു പ്രാധാന്യം എന്താണ്? കലകൾക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട്. അത് നൃത്തമായാലും സംഗീതമായാലും വേറെ വാദ്യമായാലും ഡ്രോയിങ് എന്ത് തന്നെ ആയാലും. കാരണം കല പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. കല എപ്പോഴും നമ്മളെ ഉയർന്ന തലത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷെ സമൂഹം ഈ കലാകാരന്മാരെ എങ്ങനെ സംരക്ഷിക്കുന്നു? സമൂഹം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ശരിയായ രീതിയിലുള്ള പ്രോത്സാഹനം വളരെ കുറവാണ്. നമ്മുടെ സാംസ്കാരികമായിട്ട് നോക്കിയാലും
കാരണം കല ഇപ്പോൾ മിക്കയിടത്തും ഡാൻസ് ഫോംസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വേറെയും അതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായി ചെയ്യുന്നതിന് വേറൊരു വേദി, മറ്റത് ചെയ്യുന്നതിന് വേറൊരു വേദി, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഭരതനാട്യം, കേരള നടനം, അങ്ങനെ രണ്ട് നൃത്തരൂപങ്ങളിൽ തൻ്റേതായ അറിവ് സംശീകരിക്കുകയും അത് ജീവിതം തന്നെ ആക്കി മാറ്റി തീർക്കുകയും ചെയ്ത ഒരാളാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്താണ്? എൻ്റെ സ്വപ്നം കേരള നടനം എന്ന് പറയുന്ന കല ഈ ഒറിജിനാലിറ്റിയിൽ അതിനെ മാക്സിമം എത്രത്തോളം എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം എത്തിക്കുക, മാക്സിമം വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശമാണ് ഏറ്റവും കൂടുതലും ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഭരതനാട്യത്തിന് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. കേരള നടനത്തിന് ആർട്ടിസ്റ്റ് വളരെ ശരിയായ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഞാൻ പറയുന്നത് ശരിയായ ആർട്ടിസ്റ്റ് കലോത്സവത്തിലൂടെ കയറി വരുന്നതോ അല്ലെങ്കിൽ കലോത്സവത്തിലൂടെ കാട്ടിക്കൂട്ടുന്നതോ അല്ല. കലോത്സവം തെറ്റാണ്, കലോത്സവത്തിൽ കാട്ടിക്കൂട്ടുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഗുരുജി ആവിഷ്കരിച്ച ചിട്ട അതിൽ വളരെ കുറവാണ്. ശരിയായ രീതിയിൽ കേരള നടനം ചെയ്ത് ഫലിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല പഠിക്കാൻ കോഴ്സ് അക്കാഡമിക് തലത്തിലെല്ലാം കൊണ്ടുവരിക, കൂടുതൽ ഈ കലയെ പരിപോഷിപ്പിക്കാൻ നോക്കുക. വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയാലും അത് ശരിയായ രീതിയിൽ നടത്തുക. എന്താണ് ഗുരുജി ആവിഷ്കരിച്ച് വെച്ചത്, ചിട്ടപ്പെടുത്തിയത്, ആ ചട്ടക്കൂട് ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വരും തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തലമുറയിൽ ഉള്ള നൃത്തം പഠിക്കുന്ന, നൃത്തത്തിനോട് താല്പര്യമുള്ള എല്ലാവരുടെ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്ന കല ശരിയായ രീതിയിൽ പഠിക്കുക, അതിൻ്റെ ആത്മീയ തലത്തിലോട്ട് എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു വിനോദമായിട്ടോ ഒരു അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ എല്ലാം നേടാം, ഒരു പുരസ്കാരം നേടുന്നതാണ് ഏറ്റവും വലിയ വിജയം, അങ്ങനെയൊന്നും വിചാരിക്കാതെ ആ കലയെ സംരക്ഷിച്ച് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കും പ്രയോജനമാകണം, മറ്റുള്ളവർക്കും പ്രയോജനമാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസവും അത് എന്ത് തന്നെയായാലും, കലയായാലും എന്ത് തന്നെയായാലും അതിനെ മുന്നോട്ട് പരിപോഷിപ്പിക്കുക. അതിലൂടെ ആത്മസമർപ്പണം, നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക. ദൈവത്തെ എങ്ങനെ കാണുന്നോ അതുപോലെ കലയെയും കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. തീർച്ചയായിട്ടും ആ രീതിയിൽ ഏറ്റവും വിജയകരമായി തന്നെ ആ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. അതുവഴി കലയ്ക്കും ആ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ. നന്ദി. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ EG-യുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.